മുല്ലപ്പൂമാല. പൂമാല. സോടാക്കുപ്പി കള്ളക്കളവാ. കണ്ണും ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഒളിഞ്ഞു നോട്ടവും സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ? രേ ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിനുശേഷമേ ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കേൾക്കുണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ട ഈ മുറിയിൽ വന്ന് റൊമാൻസ്. അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസനിച്ച് നോക്കില്ല, എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ. അല്ല, കൊണ്ടാക്കിയോ? ആരെ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നല്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിങ് വന്നിട്ട് പോരെ, നേരം വെളുത്തല്ലേ ഉള്ളൂ, അതിനും പാടാ മറ്റത്. സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ. നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ. എനിക്ക് അതുവരെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞ അവനൊരിക്കണ്ടടുത്ത് അവനൊരു പട്ടി കയറിയിരിക്കുന്നു. എന്താ പറഞ്ഞില്ല. അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാ മതി, അത്രേ ഉള്ളൂ. അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാ മതി. വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാട്ടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകടാ. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ വിളിപ്പിക്കാം. ശരി സാർ. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാട്ട കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം? എഴുത്തുവല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ്ങിന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. കോളേജിൽ പോകണോ ഹോസ്റ്റലിൽ പോകണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങളെ രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? മുറിയിലുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ? ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ. രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ. വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ. ഫോൺ വന്നാ തരില്ല. കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട്. രേവതി, ആരാ? ഞാനറിയില്ല. മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അയ്യോ, ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റിനോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആടിപ്പോ. നിൽക്കവിടെ. നിങ്ങളാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ് കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. നിങ്ങൾക്കോ? അതെ. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്കുക, ഒറ്റയ്ക്ക്. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. മേരി. മേരിയോ? മേഴ്സി. മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞാൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ. വാച്ച്മാൻ! ഗോപാല, എടാ ഗോപാല. എന്തോ? ഞാൻ ശരിക്കും പേടിച്ചു. ഇത് എവിടെ ആയിരുന്നു? സ്വർഗരാജ്യത്ത്. ഏത് നരയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ? എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ആരായിരുന്നു കക്ഷി? നമ്മുടെ രേവതി. സംഭവം തെളിച്ചു പറയും. തെളിച്ചു പറയാനൊന്നുമില്ല. സംഭവിക്കാനുണ്ടോ എല്ലാം സംഭവിച്ചു. എല്ലാം കാണാരെ. ഇല്ല, ചെവിയിൽ വെച്ചിട്ടില്ല. പറഞ്ഞോളൂ. കേൾക്കാൻ പാടില്ലാത്തതൊന്നും ആൾക്കാർ കേൾക്കണില്ല.
നല്ല ക്ഷീണമുണ്ട്. ചൂടുവെള്ളം വേണം. ഉം. വിസ്തരിച്ചൊന്ന് കുളിക്കണം. ഇന്നിനി ഒരു പരിപാടിയുമില്ല. ഉം. നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. വേണ്ടല്ലേ? അപ്പോഴേ ആ. ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം. ഒരു കത്തുണ്ട്, അമ്മയുടെതാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടന്, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്നേഹപൂർവ്വം അമ്മ. അറസ്റ്റ് പറഞ്ഞാണോ? ജാമ്യമില്ല വാറണ്ടാണ്. പെട്ടിയെടുത്ത് വയ്ക്ക്, നാട്ടിലേക്ക് ഉടനെ പോകണം. അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്! എങ്ങനെയുണ്ടോ ഒരു ഉറക്കം? ഇങ്ങനെയുണ്ട് ഉറക്കം. അയ്യോ. കുറച്ച് ദിവസമായി. എന്തായി കാണിക്കുന്നത്? മനുഷ്യല്ലാത്ത സമയം ഉണ്ടാക്കി വരുമ്പോ അവളുടെ ഒരു വഴിപാടും പൂജയും നോയമ്പും. നിന്റെ നോയമ്പ് നീ അവിടെ നോക്കൂ. നാണമില്ലല്ലോ. ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാനൊരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. 3-4 ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ആ, ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂലങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും. ഒന്ന് പോയി നോക്കുന്നേ. ആ, നീ ഇപ്പൊ ഒരു കാപ്പി എടുത്തുണ്ടോ? ഉം. ഈശ്വര, പരീക്ഷിക്കരുതേ. എടാ ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ, അത് ശരി. കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാ? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. ദാ, വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചരാം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആ, കുട്ടേട്ടാ, കുട്ടേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുന്നു. ഞാനും അറിയാലോ. കൊള്ളാം. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ്, വല്ല കള്ളികളും ആയിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടില് ആ, ആ, ആ. ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ TV ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? അതെ അതെ അതെ. ആ. നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ നോക്ക്. ചെല്ല്. എന്റെ ഈശ്വര, ചതി പറ്റിയോ? എടാ, നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കഴിയടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണറിഞ്ഞ മൂർഖം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവലിത് 1-ാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കഴി. ചെല്ല്. അപ്പുറത്ത് പോയിരിക്കുന്നേ. അമ്മ ഉണ്ട് എന്നെ ചീത്ത പറയാ. ഏതു നേരവും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്. എന്റെ ഭാര്യയുടെ പിന്നാലെ അല്ലേ. അത് തെറ്റാന്ന് ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. പിന്നെ ആര് പറഞ്ഞാലാടാ നീ സമ്മതിക്കുക? ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കും. പക്ഷേ ഇതൊക്കെ ഒരു തരം അഭിനയ. നീ സിഗരറ്റ് വലി തുടങ്ങി അല്ലേടാ? ഞാനോ? എന്റെ സീത, നീയാണോ അമ്മയോട് നീ നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവളൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ആ കള്ളനായിരിക്കും കോവാലൻ. എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു? അതൊരു ശീലമൊന്നും അല്ലമ്മേ, ഒരു രസത്തിന് വല്ലപ്പോഴും. അവിടെ എന്ത് തണുപ്പാണെന്നറിയോ? അയ്യോ, ഒരു ന്യായവും പറയണ്ട. എടാ, നിന്റെ അച്ഛന് ഒരു പൊടി വലി, സിഗരറ്റ് വലി, കള്ളുകൂടി
ഇങ്ങനെ ഒരു ദുസ്സഭം ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരൻ ആയുസ് തന്നില്ല. അത് നിന്റെ ഭാഗ്യദോഷം. ആ അച്ഛന്റെ മോനാ സിഗരറ്റ് വലിക്കുന്നത്. ഇനി എന്തൊക്കെ ദുസ്വഭാവമാടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ? അമ്മേ, ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മയ്ക്ക് സംശയം ഉണ്ട്, ആ ഗോപാലിനെ വിളിച്ചു ചോദിച്ചു നോക്ക്. ചോദിക്കണം. വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത്. നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും. വിശ്വസ്തനാവൻ. നിക്കണവിടെ. എന്തോന്നാടാ എന്നെ കണ്ടോണ്ട് അവിടെ ഒന്ന് പരുങ്ങുന്ന? ഒന്നുമില്ല, കൊച്ചമ്മയ്ക്ക് ഒരു ശല്യാവണ്ടെന്ന് കരുതി പോയതാ. ആ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. കൊച്ചമ്മയുടെ മുന്നിൽ ഇരിക്കാനുള്ള കുരുത്തക്കേട് ഗോപാലിനില്ലേ? കുട്ടൻ എങ്ങനെയാടാ അവിടെ? എങ്ങനെയെന്ന് ചോദിച്ചാ? ആ, സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപാലിനെ ആ നിമിഷം ഇവിടെ അറിയിക്കില്ലേ? ആ, ചിലര് പറയണത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അമ്മയുടെ മിടുക്കൊണ്ടാന്ന ആളുകൾ പറയണത്. അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാ. ഗോപാലിനറിയോ, 5 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. അമ്മയും അച്ഛനുമായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ ഒരു വാക്ക് അവൻ മറികടന്നിട്ടില്ല. എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം. ആ, എപ്പോഴാ ദുർബുദ്ധി തോന്നുന്നു അറിഞ്ഞൂടാ. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട്. ആ, വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താടാ കുട്ടൻ ഇത്ര വലിയ ജോലി അവിടെ? ഈ തേയില നുള്ളുന്നതും ചായപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ? അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല. എപ്പോഴും കൂടെ നിൽക്കണം. അതാണ് എസ്റ്റേറ്റ് ബിസിനസ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച് അവസനായിട്ടാ വരുന്നത്. അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപ്പിടുത്തവും. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ അവന്? ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുമ്പോ അന്യനാട്ടിൽ ചെന്ന് ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സീത പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല. പിന്നെ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയോ? സീതയ്ക്ക് വേണ്ടിയോ? അവളുടെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടം. പൂജയും വഴിപാടും വ്രതമായിട്ട് അതെങ്ങനെ? ആര് ചെയ്ത പാവോ എന്തോ. ഒരു തലമുറ ഇതോടെ അന്യം നിന്ന് പോവുമല്ലോ എന്റെ ഈശ്വരാ. ആരുടെ കാര്യം അമ്മ ഈ പറയുന്നേ? നിന്റെ കാര്യം തന്നെ. എടാ, 10-42 വയസ്സായി. ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിനക്ക്? അയ്യോ, കൊച്ചമ്മ എത്ര വയസ്സാണ് പറഞ്ഞത്? 42. എന്റെ അമ്മോ. അമ്മ വെറുതെ പറഞ്ഞു എന്റെ വയസ്സനാക്കല്ലേ അമ്മേ. പിന്നെ നിനക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? 48 ജനുവരിയിൽ ഉള്ളതാ നീ. 90 ജനുവരിയിൽ 42 വയസ്സായി. നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് നീ കൊച്ചു കുട്ടിയാവൂ? എന്ത് കേട്ടിട്ടാണ് ചിരിക്കുന്നേ? കഴുതേ. ആ, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കിടന്നേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ കുട്ട, എനിക്കോ വയസ്സായി. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കണമെന്ന് ഒരു ആശ ഉണ്ടായിരുന്നു. ഇനി ആശിച്ചിട്ട് ഫലമില്ല. നീ ഇങ്ങനെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ല. പോയില്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ ആര് നോക്കും അമ്മേ? ആ നാശം അങ്ങ് വിറ്റു തൊലയ്ക്കണം. വിറ്റു തൊലയ്ക്കാനോ? ഇത്രയും കാലം ഞാൻ അവിടെ പോയി കിടന്ന് വേർപ്പൊഴി കഷ്ടപ്പെട്ടത് വെറുതെ ആവൂലേ? വെറുതെ ആയിക്കോട്ടെ, സീതയ്ക്കും അത് തന്നെയാ ഇഷ്ടം. ഇനിയുള്ള കാലം നീ നാട്ടിൽ വന്ന് ജീവിക്കേ. എനിക്ക് വയ്യ. ദേ, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. ഇതിലാണല്ലോ ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി. ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ൽ 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് കുറ്റക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ, ഗോപാലകൃഷ്ണ. അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. അങ്കിളുണ്ടോ? കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുടച്ചോണ്ട് വന്നേ. അങ്കിളുണ്ടോ ഇവിടെ? സാറ് കിടക്കുകയാണ്, നല്ല തലവേദന. വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? ഒരു ചെറിയ പല്ലുവേദന. ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ.
അതെ സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ മതിയെങ്കിൽ ഞാനിപ്പോ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലേഷ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. പോക്കറ്റാൻ പറഞ്ഞാലുണ്ടല്ലോ, അവൾ ആരാണെന്ന് വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലാക്കിക്കോ, എന്റെ സ്വന്തം ആളാ. ആ വരട്ടെ. ബൈ ഡാഡി. ബൈ മമ്മി. ബൈ. ബൈ. ബൈ മോളെ. എടാ ജയുടെ അച്ഛനമ്മയിലടാ പോകുന്നത്. അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ. ചിലപ്പോ അവള് വീട്ടിലൊറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലതെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല. പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ. നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരെ എന്താ മോശമാ, ഞാൻ പറഞ്ഞേക്കാം. എടാ ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം.